വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പെൺകുട്ടികൾ എല്ലാ സ്ഥലത്തും ബാരിക്കേഡുകൾ തകർത്തു വരെ കയറിയ മിടുക്കി പെൺപിള്ളേരുണ്ടായിരുന്നല്ലോ. അതിൽ ഒരെണ്ണത്തിനെ പിടിച്ച് നിങ്ങൾ നിർത്തിക്കളയാത്ത എന്തു? സിനിമാ താരങ്ങളെയും സീരിയൽ താരങ്ങളെയും നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപയും കോടികൾ കൊടുത്തും കൊണ്ട് കെട്ടിയിറക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഉറക്കമൊഴിഞ്ഞ് നാളെ രാവിലെ വെളുപ്പിന് 4 മണിക്ക് റബ്ബർ വെട്ടാൻ പോകണം. അവന് തലയിൽ ടോർച്ച് ലൈറ്റും വെച്ചിട്ട് അവൻ റബ്ബർ വെട്ടാൻ പോകണം. നിനക്കൊക്കെ വേണ്ടി 2 മണിക്ക് പോസ്റ്റർ ഒട്ടിക്കണം. അതെന്തുകൊണ്ടാണെന്നറിയാമോ? അവരാ പ്രസ്ഥാനത്തെയും ഡോക്ടർ ജി എന്ന് പറയുന്ന ആ മഹാനായ അദ്ദേഹത്തിന്റെ പുസ്തകത്തെ ഫോളോ ചെയ്തിട്ടുള്ള മിടുക്കന്മാരും ആയിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള അവര് ഈ പ്രസ്ഥാനത്തെ, തന്റെ പ്രസ്ഥാനത്തിലെ നേതാക്കൾ നല്ലവരാണെന്നും സ്ട്രൈറ്റ് ആണെന്നും ഞങ്ങളെ നേർവഴിക്ക് നയിച്ചു കൊണ്ടുപോകും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് അവര്. എന്തിനാണ് എന്റെ സുരേഷ് ഗോപി നിങ്ങൾ ആ പാർട്ടിയിൽ പോയത്? വെറുതെ എന്തിനാണ് നിങ്ങൾ തെറിവിളി കേൾക്കുന്നത്? നിങ്ങൾ ആ പാർട്ടിക്ക് ഗുണമല്ലാതെ ദോഷമൊന്നും ഉണ്ടാക്കിയിട്ടുമില്ല. തൃശ്ശൂരിൽ നിങ്ങളാവട്ടെ നല്ല പ്രകടനവും കാഴ്ചവെച്ചിട്ടുമുണ്ട്. പക്ഷേ എന്നിട്ടും നിങ്ങൾക്കുള്ള തെറിവിളിയിൽ ഒരു കുറവുമില്ലല്ലോ സുരേഷ് ഗോപി ചേട്ട. എന്തായാലും BJP നേതാക്കന്മാരുടെ കഷ്ടകാലം തുടങ്ങിയിരിക്കുകയാണ്. അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത വല്ലാത്തൊരു ദയനീയ അവസ്ഥയാണ് നിലവിലുള്ളത്. അതായത് കോൺഗ്രസ്സുകാരോ ഇടതുപക്ഷക്കാരോ STPകാരോ BJPയുടെ നേതാക്കന്മാരെ വേട്ടയാടും എന്നുള്ളതല്ല, മറിച്ച് BJPയുടെ പ്രവർത്തകർ തന്നെ അവരെ കാത്തിരിക്കുകയാണ്. ദാ ഇപ്പോൾ BJPയുടെ സൈബർ പോരാളിയായിട്ടുള്ള ബീഗം ആശാ ഷെറിൻ ശക്തമായ പ്രതികരണവുമായിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത്. അതായത് നടൻ പൃഥ്വിരാജിനെതിരെ രംഗത്ത് വരികയും പൃഥ്വിരാജിന്റെ പാരമ്പര്യത്തെ അടക്കം ചോദ്യം ചെയ്യുകയും ചെയ്ത ആശാ ഷെറിൻ നിലവിൽ രംഗത്ത് വന്നിരിക്കുന്നത് BJPയുടെ നേതാക്കന്മാർക്കെതിരെയാണ്. ഒപ്പം സുരേഷ് ഗോപി അടങ്ങുന്ന, വിവേക് ഗോപൻ അടങ്ങുന്ന, കൃഷ്ണകുമാർ അടങ്ങുന്ന സിനിമാ താരങ്ങൾക്കെതിരെയുമാണ് നിലവിൽ ആശാ ഷെറിൻ രംഗത്ത് വന്നിട്ടുള്ളത്. എന്താണ് BJPയുടെ മുസ്ലിം നാമധാരിയായിട്ടുള്ള ഈ ആശാ ഷെറിൻ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാണ് നിങ്ങൾ സിനിമാ താരങ്ങളെ വിലക്കെടുത്ത് സ്ഥാനാർത്ഥിയാക്കി മാറ്റിയത്? എന്തിനാണ് അവരെയൊക്കെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ വലിയ ഐക്കണാക്കി മാറ്റിയത്? എത്രയെത്ര നല്ലവരായിട്ടുള്ള ആളുകൾ തങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. BJPക്ക് വേണ്ടിയിട്ട് പോസ്റ്റർ ഒട്ടിക്കാൻ പോകുന്ന ABVPയിൽ പെൺകുട്ടികളില്ലേ? ABVPയുടെ പ്രവർത്തകരില്ലേ? യുവമോർച്ചയിലെ പെൺകുട്ടികളില്ലേ? യുവമോർച്ചയിലെ ആൺകുട്ടികളില്ലേ? ഇവരെയൊന്നും കൊണ്ടുവരാതെ CK ജാനുവിന്റെ പുറകെ പോയിട്ട് അവർക്ക് 10 ലക്ഷം കൊടുത്തിട്ട് 40 ലക്ഷം കൊടുത്തിട്ട് അവരെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നുള്ളതാണ് ബീഗം ആശാ ഷെറിൻ ചോദിക്കുന്നുള്ളത്. അതായത് BJPയുടെ എക്കാലത്തെയും മികച്ച സൈബർ പോരാളികളിൽ ഒരാളായിട്ടുള്ള ബീഗം ആശാ ഷെറിൻ തുറന്നടിച്ച് രംഗത്ത് വന്നപ്പോൾ വലിയ സ്വീകാര്യത തന്നെയാണ് BJPക്കാർക്കിടയിൽ ആ ലൈവിന് കിട്ടിയിട്ടുള്ളത്. അതായത് ആശാ ഷെറിൻ എന്ന് പറയുമ്പോൾ BJPയുടെ കൺകണ്ട ഒരു സ്നേഹിത തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJP എപ്പോഴൊക്കെ പ്രതിസന്ധിയിലാകുന്നുവോ അപ്പോഴൊക്കെ ഈ തട്ടമിട്ടുകൊണ്ട് ആശാ ഷെറിൻ ലൈവിൽ വരുന്നത് അവർക്കൊരു ആശ്വാസം തന്നെയാണ്. പക്ഷേ ഇപ്രാവശ്യം തട്ടമിട്ട് വന്നത് BJP നേതാക്കൾക്ക് ഒരു തട്ട് കൊടുക്കാൻ തന്നെയാണ്. അങ്ങനെ പറയുമ്പോൾ അതിൽ എടുത്തു പറയുന്നുണ്ട് സിനിമാ താരങ്ങളെ കുറിച്ച്. സിനിമാ താരങ്ങൾ എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപി അടക്കം സിനിമാ താരങ്ങളാണല്ലോ. എന്തായാലും സുരേഷ് ഗോപി BJPക്ക് ഒരു ദ്രോഹവും ചെയ്തതായിട്ട് ഞങ്ങൾക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തെ ഞങ്ങൾ വിമർശിക്കാറുണ്ട്, അദ്ദേഹത്തിന്റെ പൊട്ടത്തരങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട്. പക്ഷേ എന്തായാലും ആശാ ഷെറിൻ വിമർശനവുമായി രംഗത്ത് വന്നത് സുരേഷ് ഗോപി അടങ്ങുന്ന താരങ്ങൾക്ക് ഇത്തിരി ക്ഷീണമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. കാരണം BJPയുടെ നല്ലൊരു സൈബർ പോരാളി തന്നെയാണ് ബീഗം ആശാ ഷെറിൻ. പക്ഷേ ആശാ ഷെറിനുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വരാറുണ്ടെങ്കിൽ പോലും ആശാ ഷെറിൻ BJPക്ക് ഒരു രക്ഷക തന്നെയാണ്. എന്തായാലും BJPക്കാർക്കിടയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരുന്ന ഈ സാഹചര്യത്തിൽ നേതാക്കന്മാർക്ക് രക്ഷയില്ലാത്ത ദയനീയമായിട്ടുള്ള ഒരവസ്ഥയാണുള്ളത്. കൊടക്കര കുഴൽപ്പണം BJPയെയും കൊണ്ടേ പോകൂ എന്നുള്ളതാണ് ഈ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.